നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ച ജയശങ്കറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജയശങ്കറിക്ക് വന്നേ, ഒരു പണിയുണ്ട്, നേരെ UAE വരെ പോകാൻ പറഞ്ഞു. UAE പോയിട്ട് തിരിച്ചു വന്നു. അതിനു മുമ്പ് 1 മണിക്കൂർ മോദിയോട് സംസാരിക്കാൻ വേണ്ടി ഏതാണ്ട് 6-7 മണിക്കൂർ യാത്ര ചെയ്തും തിരിച്ചു പോയി. തിരിച്ചു വരാനും പോകാനായിട്ട് യാത്ര ചെയ്ത് MBZ UAEയുടെ പ്രസിഡന്റ് നഹ്യാൻ ഇന്ത്യയിലേക്ക് വന്നു. വേണ്ടായിരുന്നു, ഫോൺ വിളിച്ച് പറയാവുന്ന കാര്യമുള്ളൂ. അങ്ങനെയല്ല, എനിക്ക് മോദിയോട് എന്തോ നേരിട്ട് പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ വന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇന്നലെ വന്നിരിക്കുന്നു. അതായത് ഈ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ഒരു സംഘടന അമേരിക്ക പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്. നമുക്കെല്ലാം അറിയാം, 1960 സെപ്റ്റംബർ 14 ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ച് ഇറാനും ഇറാഖും കുവൈറ്റും സൗദിയും വെനസ്വേലയും ചേർത്തിട്ടാണ് OPEC ഉണ്ടാക്കിയത്, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. അതിൻ്റെ അവിടെ ചേർന്നിട്ട് ഒരു സംഘടന ഉണ്ടാക്കി. എന്നിട്ട് അവർ തീരുമാനിച്ചു ഓരോ രാജ്യങ്ങളും എത്രമാത്രം പെട്രോളിയം ഖനനം ചെയ്തെടുക്കണം, എത്ര എടുക്കണം, ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും എടുക്കാൻ പാടില്ല, എത്ര എടുക്കണം നമ്മൾ തീരുമാനിക്കും, അതിൻ്റെ വില എത്രയാണെന്ന് നമ്മൾ തീരുമാനിക്കും എന്ന് അങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടായി. പിന്നീട് അത് OPEC പ്ലസ് എന്നും പറഞ്ഞ് റഷ്യ ഉൾപ്പെടെ കുറേ രാജ്യങ്ങളോട് വന്ന് ഇതിനകത്ത് അഡീഷണൽ മെമ്പർഷിപ്പ് എടുത്തു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചില രാജ്യങ്ങളൊക്കെ വിട്ടുപോയി. ഇപ്പോൾ ആരോടും ചോദിക്കാതെ, സൗദിയോട് പോലും പറയാതെയാണ് UAE അതിൽ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അവിടുത്തെ UAEയുടെ ഊർജ്ജ മന്ത്രി പറഞ്ഞു, സുഹൈൽ മുഹമ്മദ് അൽ മസ്റൂയി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സൗദിയോടൊന്നും ചോദിക്കാൻ പോയില്ല, കാരണം ഞങ്ങൾക്ക് ഇത്തിരി പ്രശ്നമുണ്ട്. UAE സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണറെ നേരത്തെ അവിടുത്തെ സെൻട്രൽ ബാങ്ക് ഗവർണർ ഖാലിദ് മുഹമ്മദ് ഖലാമ അമേരിക്കൻ ഫെഡറൽ ട്രഷറി സെക്രട്ടറിയെ കണ്ടിട്ട് പറഞ്ഞു, യുദ്ധം വന്നത് കാരണം ഞങ്ങളുടെ എണ്ണക്കച്ചവടം നടക്കുന്നില്ല, ടൂറിസം ബിസിനസ് നടക്കുന്നില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കുറച്ച് ഡോളർ റിലീസ് ചെയ്ത് ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ കറൻസി ഇല്ല. അമേരിക്ക സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കട്ടെ, അവരൊക്കെ തീരുമാനിച്ചു ഞങ്ങളിന് ഒപ്പക്കലില്ല എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും UAEക്ക് 5 മില്യൺ ബാരൽസ് ക്രൂഡ് ഒരു ദിവസം ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷെ ഒപ്പക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്തറിയോ, 3.5 ബില്യണേ ഉണ്ടാക്കാവുള്ളൂ. 1.5 ബില്യൺ അവർക്ക് ഇപ്പോൾ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റില്ല. അത്രയും ഞങ്ങൾ തീരുമാനിക്കും, അതാണ് വില, ഞങ്ങൾ തീരുമാനിക്കും, ആ വിലയ്ക്ക് വിൽക്കണം, ഞങ്ങൾ പറയുന്നത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അമേരിക്കയ്ക്ക് പണക്ഷാമം ഉണ്ടാകുമ്പോൾ, ഞാനിപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇതെന്നറിയോ, OPEC ഉണ്ടാക്കി വെച്ച അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് പണക്ഷാമം ഉണ്ടാകുമ്പോൾ അമേരിക്കൻ ഡോളറിന് വില കൂടണം. ഡോളറിന് വില കൂടണമെന്നുണ്ടെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം ഉണ്ടാകും. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടും. $ഡോളറിലാണ് കച്ചവടം. അപ്പോൾ അമേരിക്കയുടെ ഡോളറിൻ്റെ വില കൂടും. അപ്പോൾ എന്തിനാണ് OPEC ചേർന്നിട്ട് ഓരോ രാജ്യങ്ങളും അവരുടെ പക്കലുള്ള എണ്ണ എത്ര ഉൽപ്പാദിപ്പിക്കണമെന്ന് OPEC തീരുമാനിക്കുന്നേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാനാണ്. OPEC തീരുമാനിക്കും എല്ലാവരും അവരുടെ കപ്പാസിറ്റിയുടെ പകുതിയെ ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എണ്ണക്ഷാമം ഉണ്ടാവും, എണ്ണ വില കുതിക്കും, ഡോളർ അമേരിക്കയ്ക്ക് കിട്ടും. ആ പരിപാടിയായിരുന്നു. അതുകൊണ്ട് ഇനി ഞങ്ങൾ ഈ പരിപാടിക്കില്ല, ഞങ്ങളുടെ എണ്ണ എത്ര വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾക്ക് 5 മില്യൺ ബാരൽ വരെ പെർ ഡേ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട്. ദിവസം 1.5 ലക്ഷം 1.5 മില്യൺ ബാരൽ ഞങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അത് ഞങ്ങൾക്ക് പരിഹരിക്കണം. ആ പൈസ കിട്ടിയാൽ ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി മാറും എന്ന് UAE പറയുന്നു. എന്നിട്ട് പറയുന്നു ഇനിയിപ്പോൾ ഡോളറൊന്നും വേണ്ട, കാരണം ഇത് നോക്കുമ്പോൾ അങ്ങനെ UAE പോയാൽ ദോഷമല്ലെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യക്കൊരു ദോഷമില്ല, ഇന്ത്യയായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നിർലോഭം കിട്ടും. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ ഡോളർ ചോദിച്ചിട്ട് ഡോളർ റിലീസ് ചെയ്യാൻ ചോദിച്ചിട്ട് അമേരിക്കൻ ഫെഡറൽ അല്ലെങ്കിൽ ട്രേഡ് സെക്രട്ടറി, വാണിജ്യ സെക്രട്ടറി സമ്മതിച്ചില്ല, അമേരിക്ക അനുവദിച്ചില്ല. അതുകൊണ്ട് കച്ചവടം ഇനി ഇന്ത്യൻ രൂപയിൽ നടക്കും ഇന്ത്യക്ക്. അങ്ങനെ മോദിക്കും ഇന്ത്യക്കും കോളടിച്ചു. അപ്പോൾ ഇതാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. അപ്പോൾ ഇത് സാറ് കണ്ടില്ലേ. അപ്പോൾ എന്താണ് ഇറാനുമായിട്ടുള്ള ഈ പ്രശ്നമൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എണ്ണയുടെ കാര്യത്തിൽ UAEക്ക് ആവശ്യം, ദുബായ്ക്ക് മാത്രമേ എണ്ണയില്ലാതുള്ളൂ, ബാക്കിയുള്ള എമിറേറ്റ്സിലൊക്കെ എണ്ണ ഖനനം ചെയ്യാനുള്ള കപ്പാസിറ്റി UAEക്കും എണ്ണയുണ്ട്. അത് അവർ പരമാവധി അവരുടെ സോഴ്സുകൾ വിനിയോഗിച്ച് മൈൻ ചെയ്യുന്നു, അത് വിൽക്കുന്നു, വില അവർ തീരുമാനിക്കുന്നു, ആർക്കൊക്കെ കൊടുക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. ഇത് ലോക സാമ്പത്തിക ക്രമത്തിൽ വലിയ മാറ്റം വരുന്നു. അങ്ങനെ ഒരു മാറ്റം വരുത്തും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അങ്ങ് പറഞ്ഞ OPECന്റെ അതിൻ്റെ റെലവൻസ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കുവൈറ്റും സൗദിയും മാത്രമേ ഉള്ളൂ അതിനകത്ത്, ബാക്കി എല്ലാവരും പോയി. ഇത് ഇവരുടെ വില മനസ്സിലാക്കിയത്, ഇവർ വളരെ ശക്തമായിട്ട് നിന്നൊരു സമയം ഉണ്ടായിരുന്നു. 1971
ആ പീരീഡിൽ. ഓസ്ട്രിയയിലെ വിയന്നയിലെ മറ്റോ അവരുടെ ആസ്ഥാനം. അതെ. ഒപ്പക്കിന്റെ. അത് അതിൻ്റെ വേറൊരു തമാശയും കൂടിയുണ്ട്. ഉം. ഈ ഒപ്പക്കിൻ്റെ തലസ്ഥാനം വിയന്നയിലാണ്. ഉം. അതേസമയം ഈ ആഗോള റിന്യൂവബിൾ എനർജി ഒരു ഏജൻസി ഉണ്ട്, ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ദുബായിലാണ്, അബുദാബിയിലോ ദുബായിലൊക്കെയാണ്. എണ്ണയില്ലാത്ത വിയന്നയിൽ എണ്ണക്കച്ചവടക്കാരുടെ ഓഫീസ്. ഇവിടെയാണ് റിന്യൂവബിൾ എനർജി സോഴ്സസിന്റെ സോളാർ ആൻഡ് വിൻഡ് എനർജിയുടെയും അതുപോലെ ബയോഗ്യാസിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ UAE ദുബായിലാണ്. അപ്പോൾ ഇത് 1971 സുനിൽ വായിച്ചിട്ടുണ്ടാവും. അത് യു ആർ നോട്ട് ബോൺ അറ്റ് ദാറ്റ് ടൈം, പക്ഷെ വായിച്ചിട്ടുണ്ടാവും. കാരണം അന്ന് ഒരു 6 ദിവസത്തെ യുദ്ധം നടന്നു. ഇസ്രായേൽ ഒരു വശത്തും മറ്റേ 6 രാജ്യങ്ങളും ഒരു വശത്തിരുന്നുണ്ട്. യുദ്ധം ഒരാഴ്ച കൊണ്ട് ഇസ്രായേൽ ജയിച്ചു. ഈസി ആയിട്ട്. ഗോൾഡ മേയറിന്റെ യുദ്ധമായിരുന്നു അത്. ഗോൾഡ മേയർ അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി. ഇസ്രായേലിന്റെ കാര്യം പറഞ്ഞപ്പോൾ സാറ് ഒരു പണിഷ്മെന്റ് ഉണ്ട്. മൊസാദിന്റെ കഥ നമുക്ക് തുടങ്ങാം. ഞാൻ ഈ വായിച്ചു തുടങ്ങി കാണും. വായിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ പുസ്തകം. തിരിച്ചു വരാം. അപ്പോൾ അന്ന് ഗോൾഡ മേയറിൻ്റെയും മോഷെ ദയാൻ്റെയൊക്കെ ഗോൾഡൻ പീരീഡാണ്. ആ സമയത്ത് ലോകത്തിനെ മുഴുവൻ വിരൽത്തുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് പെട്രോളിൻ്റെ വില കുത്തനെ വർദ്ധിപ്പിച്ചു, എണ്ണയുടെ വില. സുനിലിനറിയോ, അന്നൊക്കെ ഇവിടെ ഇപ്പോഴും കുറച്ച് നാളായിട്ടുള്ള ഷെൽ എന്നൊക്കെയുള്ള ബോർഡിൽ വെച്ചിട്ട് അന്ന് ഇവിടെ മുഴുവൻ കേരളത്തിലേക്ക് കാൽടെക്സ്, ഫിലിപ്സ്, കാൽടെക്സ്, എസ്ഒ, ഷെൽ, SHELL, ബർമ ഷെൽ എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള കമ്പനികളായിരുന്നു. അതിനുശേഷമാണ് അവരുടെ പേരെല്ലാം ഇന്ത്യൻ ഖനന വ്യവസായത്തിൽ ഇന്ത്യയിലെ റിഫൈനറികൾ മുഴുവനും ഇന്ത്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മേടിച്ച ഹിന്ദുസ്ഥാൻ പെട്രോളിയവും ഭാരത് പെട്രോളിയവും ഇന്ത്യൻ ഓയിലൊക്കെ ആയിട്ട് മാറ്റിയത്. അപ്പം അന്ന് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പെട്രോളിൻ്റെ വില ₹1.20 കണ്ടിട്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ടാക്സി വിളിച്ച് കഴിഞ്ഞിട്ട് മറ്റേ അതിൻ്റെ പൈസ എൻ്റെ അടുത്താണ് തരിക. കാരണം ഒരു പെട്രോൾ അടിച്ചാനായിട്ട് ₹10 തരും. അപ്പോൾ 10 രൂപയ്ക്കുള്ള പെട്രോൾ. 10 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമായിരുന്നു? 10 രൂപയ്ക്ക് ₹1.20 ആയിട്ടില്ല അന്ന്. കൃത്യമായിട്ട് ₹1.20 ആയിട്ടില്ല. നമ്മുടെ ബെനഡിക്റ്റ് ഓണംകുളം ഇല്ലേ, പള്ളിയിലച്ഛൻ മറിയക്കുട്ടിയെ അയാൾ മാടത്തരുവിൽ അയാളെ മറിയക്കുട്ടിയെ അവരെ കൊന്നിട്ട് ഒരു ടാക്സി കാറിലാണ് അയാളെ ആലപ്പുഴയിലേക്ക് കൊണ്ടുവിടാനായിട്ട് പോയപ്പോൾ കാറിൽ ടാക്സിയിൽ പെട്രോൾ തീർന്നു പോയി. അപ്പോൾ പെട്രോൾ അടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഡ്രൈവർ പെട്രോൾ പമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. 10 ലിറ്റർ പെട്രോൾ എന്ന് പറഞ്ഞു. 9 രൂപ. 10 ലിറ്റർ പെട്രോളിൻ്റെ വില 9 രൂപ. അപ്പോൾ അയാളുടെ ഒരു പൈസ ഇത് 60s അവസാനം 70s ആദ്യം. അപ്പോൾ ടാക്സി ഡ്രൈവർ പറഞ്ഞു, അച്ഛോ കാശ് കൊടുക്കട്ടെ, എൻ്റെ ഒരു പൈസ ഇല്ലാന്ന് പറഞ്ഞു. അച്ഛൻ്റെ കയ്യിൽ 10ൻ്റെ നോട്ടാണ്. അച്ഛൻ 10ൻ്റെ നോട്ട് കൊടുത്തപ്പോൾ പെട്രോൾ ഡിസ്പെൻസർ അവൻ പേടിച്ചു പോയി. അവൻ എൻ്റെ കയ്യിൽ ബാക്കി തരാൻ പൈസ ഇല്ല. ചായക്ക് 10 പൈസ കിട്ടുന്ന സമയമാണെന്ന് ഒരു വിലയുള്ളൂ അന്ന് ചായക്ക്. അപ്പോൾ ഇയാൾ കുറച്ച് നേരം നോക്കിയിട്ടുണ്ട്, ഇല്ല അച്ഛൻ നീ വച്ചോളൂ കുഴപ്പമില്ല എന്നുണ്ട്. ₹1 ടിപ്പ് കൊടുക്കാന്ന് അന്ന് സാക്ഷി പറഞ്ഞു. അങ്ങനെയാണ് അച്ഛനെ പിടിച്ചേ. അങ്ങനെയാണ് അച്ഛൻ മറ്റേ 3 മേൽ കുർബാന നടത്തിയ ആളെന്ന് അവർക്ക് മനസ്സിലായത്. അപ്പോൾ അതായിരുന്നു അന്ന് പെട്രോളിൻ്റെ വില. അത് കഴിഞ്ഞ് ഈ അറബ് യുദ്ധം കഴിഞ്ഞോടുകൂടിയാണ് പെട്രോളിൻ്റെ വില ഇങ്ങനെ ക്രമാതീതമായിട്ട് വർദ്ധിക്കാൻ തുടങ്ങിയത്. ഒപെക്കിൻ്റെ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ സംഘടനയായിരുന്നു ഒരു കാലത്ത്. ഐക്യരാഷ്ട്രസഭയെ പറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ഒപെക്കിൻ്റെ മുമ്പിൽ. വേറൊരു സംഭവമുണ്ട്, ഞാനത് വായിച്ച് മറന്നുപോയി. ഒരു വലിയ അന്താരാഷ്ട്ര കുറ്റവാളി ഉണ്ടായിരുന്നു ആ കാലത്ത്, കാർലോസ് എന്ന് പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? കാർലോസ് ഒപെക്കിന്റെ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മന്ത്രിമാരെ മുഴുവൻ, ഒപെക്ക് മീറ്റിങ്ങിന് വന്ന മന്ത്രിമാരെ മുഴുവൻ തടവിലാക്കി, ബന്ദികളാക്കി അയാള്. അപ്പൊ അത്രമാത്രം ഈ പറഞ്ഞ പോലെ ടെററിസം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പാലസ്തീനിൽ എന്തോ കുറച്ച് പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ അൽ ബാദർ എന്നൊക്കെ പറഞ്ഞ 1-2 ഡുക്കിലി ലെറ്റർ ഹെഡ് ഓർഗനൈസേഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ ഇപ്പോൾ ഒപെക്കിൻ്റെ റെലവൻസ് കുറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, സുനിൽ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്
സ്വതന്ത്ര വ്യാപാര കരാർ. ഇപ്പം ഇന്നലെ മിനിങ്ങാന്നിട്ട് ഇന്ത്യ ന്യൂസിലൻഡുമായിട്ട് കരാർ ഒപ്പുവെച്ചു, ഇംഗ്ലണ്ടുമായിട്ട് കരാർ ഒപ്പുവെച്ചു, യൂറോപ്പിലെ 10-12 രാജ്യങ്ങളുമായിട്ട് കരാർ ഒപ്പുവെച്ചു. അപ്പോൾ ഇപ്പോൾ ഒപ്പക്കിൻ്റെ ഇപ്പോൾ അത് ഡിസ്ബാൻഡ് ചെയ്ത് പോകുന്നത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. ഈ പറഞ്ഞ പോലെ ഇറാൻ ഒപ്പക് മെമ്പർ അല്ലായിരുന്നോ? ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയാണ് ഇപ്പോൾ. അപ്പോൾ പിന്നെ ഇവർ ഇരുന്ന് എവിടെ നിന്നിട്ട് തീരുമാനം എടുക്കാനായിട്ടാണ്? അമേരിക്കയ്ക്ക് എണ്ണ ഇഷ്ടം പോലെ ഉണ്ട്. എണ്ണ വ്യാപാരത്തിൻ്റെ മൊത്തം ഇത് അമേരിക്ക കൈയടക്കും. അതുമാത്രം ഇപ്പോൾ വെനിസ്വേലയിലെ എണ്ണയിൽ നിന്ന് കിട്ടും. ഇനിയിപ്പോൾ ഇവിടെ ഇറാനെ പിടിച്ചെടുത്ത ഇറാനിലെ എണ്ണയും കിട്ടും. അല്ലെ, ഇറാഖിലെ എണ്ണ അവരുടെ ഫേക്ക് എന്താ പറയുക, ഇത് പ്രോക്സി കമ്പനികളാണല്ലോ ഊറ്റിക്കൊണ്ട് പോകണം. അപ്പം അത് മതി. അവർ ഇത് അമേരിക്കയിലേക്ക് അറിവോടുകൂടിയാണ്. ഇപ്പം ഇന്ത്യ വേണമെങ്കിൽ ഫുൾ സപ്പോർട്ടും UAE ഓഫർ ചെയ്തിട്ടുണ്ടാവും. മോദി പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ എന്ത് വേണം ചെയ്തോ, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ എണ്ണ മേടിച്ചോളാം, നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലാഭകരമായി കിട്ടുന്നത് എവിടെ നിന്നാണ് അവിടുന്ന് മേടിക്കും. അത് അതിൽ നിന്ന് തന്നെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ അമേരിക്ക അല്ല ഇപ്പം നമ്മളെ നല്ല കച്ചവടക്കാരല്ലേ, ഗുജറാത്തികളെ കച്ചവടം പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗുജറാത്തിയാണ്, എൻ്റെ മനസ്സിലുള്ള മുഴുവൻ കച്ചവടത്തിൻ്റെ ബിസിനസ്സാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇത് മുഴുവനും ഈ ഒരു ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള എന്താ പ്രവർത്തനമാണ്. കാരണമുണ്ട്. സുനിൽ ഓർമ്മയില്ല, പ്രധാനമന്ത്രിയായി കഴിഞ്ഞിട്ട് അദ്ദേഹം എത്രയോ വിദേശ പര്യടനം നടത്തി. ആരും കേൾക്കാത്ത പല രാജ്യങ്ങളിലും പോയി. ട്രിനിഡാഡ്, ടൊബാഗോ, ഗയാന, ഫ്രഞ്ച് ഗയാന, ഇതൊക്കെ പോയപ്പോൾ ആൾക്കാർ കളിയാക്കി. ഇപ്പം എന്ത് പറ്റിയെന്നറിയോ? അവർക്കൊക്കെ ഇന്ത്യനെ വേണം, ഇന്ത്യക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്തു തരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് ഈ ഒപ്പക്കിൽ മെമ്പർ അല്ലാത്ത പല രാജ്യങ്ങളുണ്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന. അവരൊക്കെ നമുക്ക് എണ്ണ തരും അവർക്ക്. അതുപോലെ നമുക്ക് മറ്റേ പഞ്ചസാര എന്തെങ്കിലും ഒരു ഷോർട്ടേജ് വന്നാൽ അവർ തരും നമുക്ക്. ഇപ്പം നമ്മൾ ആരെയും ഒരു രാജ്യത്തിനെ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്യില്ല. ഇതിനിടയ്ക്ക് ഈ കപ്പൽ ഈ ഹോർമുസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പോൾ നമുക്ക് ഗ്യാസുമായിട്ട് അർജന്റീനയിൽ നിന്ന് കപ്പൽ വന്നു. അതെ, യെസ്. ഇതൊരു വിദേശ എന്താ പറയണ നയത്തിൻ്റെ, അത് മറ്റേ മുസൂറിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി അക്കാദമിയിലൊന്നും പഠിപ്പിക്കണ തന്ത്രമല്ല. ഇത് ശരിക്കും ചാണക്യതന്ത്രമാണ്. ഇത് മുഴുവൻ അവർ ഉപയോഗിക്കുന്നത്. ചാണക്യതന്ത്രം ഉപദേശിച്ചു കൊടുക്കാനായിട്ട് വേറൊരാൾ കൂടെ ഉണ്ട്, മോട്ടാബായി. ഇവർ രണ്ടുപേരും കൂടിയാണ് ഇപ്പൊ കംപ്ലീറ്റ് കച്ചവടം. അജിത് ഡോവലുണ്ട്. ഇവരുടെ കച്ചവടം മുഴുവൻ ഇവർ 3 പേരും കൂടിയാണ് തീരുമാനിക്കണം മുഴുവനും. അവർക്ക് പറ്റിയ ഒരേ ഒരു ഷോക്ക് എന്ന് പറയുന്നത് അവർക്ക് ജനറൽ ബിപിൻ റാവത്തിനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, ഇത് ഈ ഒപ്പക്കിന് ഇതൊരു വലിയ സംഭവം ആയിട്ട് എന്താ ഏതാനും ചില മാധ്യമങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പാശ്ചാത്യ മാധ്യമങ്ങളിലൊന്നും ഇതുവരെ അത് സംബന്ധിച്ച് പാസിംഗ് കമൻറ്റ് എന്നുണ്ടായി കഴിഞ്ഞു. വേറെ ഇന്ത്യക്ക് ഗുണമാണ് എന്നാണ് പൊതുവെ. തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണമാണ്. ഇന്ത്യക്ക് ഗുണം. അത് പ്രധാനമന്ത്രി നമ്മളെ ഈ ഗൾഫ് യുദ്ധം തുടങ്ങിയപ്പോഴേ തൊട്ട് പറയണ്ടല്ലോ, വി ആർ ഓൾ വെൽ സ്റ്റോക്ഡ്. 75 ദിവസത്തേക്കോ 76 ദിവസത്തേക്കോ ഉള്ള എണ്ണ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആരും വറി ചെയ്യേണ്ടത്. എന്നിട്ടും പക്ഷെ അദ്ദേഹത്തിന് വറിയില്ല, രാജ്യത്തിന് വറിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് ഭയങ്കര വറിയാണ്. നിക്കോബാറിലുണ്ട് എന്താ അവിടെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്. അവിടെ എന്ത് കച്ചവടമാണ് എന്നുള്ളത് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നു. ആൻഡമാൻ നിക്കോബാറിൽ ബംഗാൾ ഇലക്ഷന് തൊട്ട് മുമ്പ് രാഹുൽ ഗാന്ധി എന്തിനു പോയി, അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കുമാർ സാറും ഞാനും. അപ്പോൾ ഉറപ്പായിട്ടും കാത്തിരിക്കുക, കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.